ഗുഡ് ഈവനിംഗ് ഡേസ്, ഗുഡ് ഈവനിംഗ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. അങ്ങനെ ഗ്ലോബൽ മാർക്കറ്റിന് അലൈൻ ആയ രീതിയിൽ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി 50-ലെ ഏകദേശം 45 കമ്പനീസും റെഡിൽ തന്നെയാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത്. എന്നാൽ പോസിറ്റീവായിട്ടുള്ള വാർത്തകളും എല്ലാം തന്നെ മാർക്കറ്റിലുണ്ട്. ഒന്നാമത് മികച്ച രീതിയിലുള്ളൊരു മൺസൂൺ ആണ് നമ്മളുടെ കാലാവസ്ഥ ഡിപ്പാർട്ട്മെന്റ് അനൗൺസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഫെർട്ടിലൈസർ കമ്പനീസ് പോസിറ്റീവായ രീതിയിൽ റിയാക്ട് ചെയ്തു. ചമ്പട്ട് ഫെർട്ടിലൈസർ കമ്പനി, കൊറോമൻഡൽ ഇന്റർനാഷണൽ കമ്പനി, മാംഗ്ലൂർ ഫെർട്ടിലൈസർ കമ്പനീസ് എല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത കമ്പനീസാണ്. കൂടാതെ തന്നെ ഡിഫൻസ് സെക്ടറിൽ നിന്ന് കൊച്ചിൻ ഷിപ്പ് യാർഡ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. അതായിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസുകളുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി ഈ ഒരു RBI മോണിറ്ററി പോളിസി മീറ്റിംഗ് എല്ലാം തന്നെ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ റേറ്റ് കട്ട് ഉണ്ടായേക്കാം എന്നുള്ളൊരു പ്രത്യാശയിലാണ് പൊതുവെ മാർക്കറ്റ്. അപ്പോൾ SBIയുടെ എല്ലാം തന്നെ റിപ്പോർട്ടും അല്ലെങ്കിൽ പല റിസർച്ച് അനലിസ്റ്റ് സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇത്തവണ റേറ്റ് കട്ട് ഉണ്ടായേക്കാം. കാരണം മികച്ച ഒരു GDP ആയിരുന്നു. RBIയുടെ വരുതിയിലാണ് ഇപ്പോൾ ഇൻഫ്ലേഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു പോസിറ്റിവിറ്റി റിയാലിറ്റി കമ്പനീസിൽ ഇന്ന് വിസിബിൾ ആയിരുന്നു. റിയാലിറ്റി കമ്പനീസും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി ബാങ്ക് ഓൾ ടൈം ഹൈ പോയി, അതിനുശേഷമാണ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത്. ഇന്നലെ ബാങ്ക് നിഫ്റ്റി എല്ലാം തന്നെ പോസിറ്റീവിൽ റിയാക്ട് ചെയ്തിരുന്നു. ICICI ബാങ്ക് ആയിരുന്നു ഇന്നലെ ബാങ്ക് നിഫ്റ്റിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. എന്നാൽ ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ സ്ലൈറ്റ്ലി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെ ഇന്ന് കണ്ടു. നിഫ്റ്റിയുടെ പ്രൊപ്പോർഷനായിട്ട് ബാങ്ക് നിഫ്റ്റിയിലും പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള റിയാക്ഷൻ ഇന്ന് കണ്ടു. ഇന്നലെ അതല്ലായിരുന്നു. ഇന്നലെ ബാങ്ക് നിഫ്റ്റി വേറിട്ട് നിന്നിരുന്നു. കൂടാതെ തന്നെ യെസ് ബാങ്കിൽ 10% ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ബ്ലോക്ക് ഡീൽ ഉണ്ടായിരുന്നു. ഒലയും അതുപോലെ തന്നെയാണ്, ബ്ലോക്ക് ഡീൽ ഉണ്ടായിരുന്നു. 8% ഒരു ഇടിവ് രേഖപ്പെടുത്തി. ഐഡിയയും ഇന്ന് ഏകദേശം ഒരു 4% ഒരു ഇടിവ് രേഖപ്പെടുത്തി. AGR ഡ്യൂവിൽ ഈ ഗവൺമെന്റ് റിലീഫ് കൊടുത്തേക്കാം എന്നുള്ളൊരു അഭ്യൂഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള സാധ്യതകൾ ഇല്ല എന്നാണ് പുതിയ റിപ്പോർട്ട്. അതുകൊണ്ട് തന്നെ ഐഡിയ ഇന്ന് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഗ്ലോബൽ അൺസർട്ടനിറ്റിയിൽ ഗോൾഡ് തിരികെ കയറി 4 വീക്കിൽ ഹൈയിലാണ് ഇപ്പോൾ ഗോൾഡ് ട്രേഡ് ചെയ്യുന്നത്. അദാനി ഗ്രൂപ്പ് ഓഫ് സ്റ്റോക്കുകളിൽ ഈ യുഎസ്എയുടെ ഭാഗത്ത് നിന്ന് അവരുടെ ഒരു ഇറാൻ LPG അലിഗേഷൻ റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദാനി സ്റ്റോക്കുകൾ ഇന്ന് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. സിസിലോൺ എനർജിയും ഇന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ശക്തമായ ഒരു റാലിയൊക്കെ ഉണ്ടായിരുന്നു Q4 റിസൾട്ടിന് ശേഷം. ഇതാണ് ഒരു വൺ ലൈനിൽ മാർക്കറ്റ് ഉള്ളത്. നേരെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റ് കാണുന്നതിന് മുമ്പ് നമുക്ക് നിഫ്റ്റി ഒന്ന് കാണാം. നിഫ്റ്റി മൺഡേ ഓപ്പണിംഗ് കാണാം, ട്യൂസ്ഡേ ഓപ്പണിംഗ് കാണാം. മൺഡേ ലോ കണ്ടു. ഇന്നും മൺഡേ ലോയിലാണ് നിഫ്റ്റി വിശ്രമിക്കുന്നത്. അതായത് ഈ ഇന്നലത്തെ ലോ ഇന്ന് കൃത്യമായിട്ട് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. ഓരോ ലെവലുകളും കൃത്യമായിട്ട് തന്നെ റിയാക്ട് ചെയ്താണ് പോകുള്ളൂ. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ FTSE പോസിറ്റീവാണ്, CAC 40 ഫ്രാൻസ് നെഗറ്റീവാണ്, ഡാക്സ് ഫ്ലാറ്റ് ആണ്. ഇന്ത്യ വിക്സ് ഇന്ന് 2.75% ഫോളായി, അതായത് ക്രാഷായി ഇന്ത്യ വിക്സ്. നിഫ്റ്റി ഫോൾ ആണെങ്കിൽ കൂടിയും മാർക്കറ്റിന്റെ അൺസർട്ടനിറ്റി 2.75% കുറഞ്ഞു എന്നാണ് റീഡ് ചെയ്യേണ്ടത്. ഡോ ഫ്യൂച്ചർ നെഗറ്റീവാണ്, ജപ്പാന് ഫ്ലാറ്റാണ്, കോസ്പി കൊറിയ ഫ്ലാറ്റാണ്. കൂടാതെ തന്നെ നമ്മളുടെ ചൈന ഓസ്ട്രേലിയയിലെല്ലാം തന്നെ കാണാം ഫ്ലാറ്റാണ്. ഗോൾഡ് $28 ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടെങ്കിൽ കൂടി $3,353 പെർ ഔൺസ്. ബ്രൻഡോയിൽ 65. ബിറ്റ്കോയിനും ശക്തമായ നിലയിൽ നിലകൊള്ളുന്നുണ്ട്. ബിറ്റ്കോയിനും ഏകദേശം ഒരു $1,135 ഒരു റാലി ബിറ്റ്കോയിനിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഗ്ലോബൽ മാർക്കറ്റ് ഉള്ളത്. ഇനി നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. നിങ്ങളുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇതൊരു ന്യൂസ് പേപ്പർ പോലെയാണ്. ഇന്നത്തെ ന്യൂസ് ഇന്ന് മാത്രം അതിനൊരു റെലവൻ്റ് ഉള്ളത്. എന്നാൽ ഇതേ ദിവസം ന്യൂസ് അറിയാതെ ഒരുപാട് ആളുകൾ ട്രേഡ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ആളുകൾ, അല്ലാത്ത ആളുകൾ, കാരണം ഈ പഠിക്കുന്ന ആളുകൾ, കുട്ടികൾക്കൊക്കെ ഈ ഗ്ലോബൽ ന്യൂസുകളൊക്കെ കേൾക്കുന്നത് വളരെ നല്ലതാണ്. അവർ ട്രേഡ് ചെയ്യാതിരിക്കുക. ഇനി മുന്നോട്ടുള്ള കുറച്ച് സ്റ്റോക്കുകൾ മാത്രമാണ് ഈ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ബന്ധപ്പെട്ട ഉള്ള വാർത്തകളുള്ളത്. ഇതുവരെ പറഞ്ഞിട്ടുള്ളത് ഗ്ലോബലി നടക്കുന്ന കാര്യങ്ങളാണ്. അതൊരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയിൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളെല്ലാം തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സ്റ്റോക്ക് മാർക്കറ്റായിട്ട് മാത്രം ബന്ധപ്പെട്ടുള്ള കാര്യമല്ല. ഇനി മുന്നോട്ട് നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. അതും സാധാരണക്കാർ അറിയേണ്ടതൊക്കെ നല്ലത് തന്നെയാണ്. ടെസ്മാക്കോ കമ്പനി 122 കോടി രൂപയുടെ ഒരു ഓർഡർ മുംബൈ റെയിൽവേ വികാസ് കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു എന്നുള്ള ന്യൂസ്. ടെക്നോ ഇലക്ട്രിക് കമ്പനി ഇവർക്ക് റെയിൽടെയിലിന്റെ ഭാഗത്ത് നിന്ന് പുതിയ ഓർഡർ കിട്ടി എന്നുള്ള ന്യൂസ്. GRSE കമ്പനി ഇന്ന് റാലി രേഖപ്പെടുത്തിയിരുന്നു. പ്രധാനമായിട്ടും ഇവർ നോർവേ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയായിട്ട് ആദ്യത്തെ പോളാർ റിസർച്ച് വെസൽസ് ഇവർ ലോഞ്ച് ചെയ്തു. ഇൻഡിഗോ കമ്പനി ഇന്തോനേഷ്യയിലുള്ള ഗരുഡ കമ്പനിയായിട്ട് ഇവർ കോഡ് ഷെയറിങ് ബിസിനസ്
അല്ലെങ്കിൽ അത് ധാരണയായി എന്നുള്ള ന്യൂസ്. പ്രീമിയർ എക്സ്പ്ലോസീവ് കമ്പനി, ഇവർക്ക് തെലങ്കാനയിൽ ഇവർക്ക് ഒരു ക്ലോഷർ നോട്ടീസ് ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു ക്ലോഷർ നോട്ടീസ് ഒഴിവാക്കി എന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. സെൻസാന എഞ്ചിനീയറിംഗ് കമ്പനി, അവർക്ക് 1.6 million ഓർഡർ എയർബസിന്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. ദീപക് ബിൽഡേഴ്സ് കമ്പനി 260 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഇൻഡോ റെമഡീസ് കമ്പനി പുതിയ ഇവരുടെ ടാബ്ലറ്റ് US ലോഞ്ച് ചെയ്യാണ്. സ്റ്റോക്ക് ഇന്ന് 8% റാലി രേഖപ്പെടുത്തി. TCS കമ്പനി വെർജിൻ അറ്റ്ലാന്റിക്കായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട്. ലൂമാക്സ് കമ്പനി ഇവരുടെ റവന്യൂ ഗ്രോത്ത് 20% കമ്പനി ഉയർത്തി. സ്റ്റോക്ക് ഇന്ന് 5% റാലി രേഖപ്പെടുത്തി. വിപ്രോ കമ്പനി US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി ആയിട്ട് ഒരു മൾട്ടി-ഇയർ കോൺട്രാക്ട് സൈൻ ചെയ്തു. L&T കമ്പനിക്ക് 2500 കോടി രൂപയുടെ ഓർഡർ രാജസ്ഥാനിൽ നിന്ന് ലഭിച്ചു എന്നുള്ളതാണ് ന്യൂസ്. ഓപ്പൺ ഇൻട്രസ്റ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ രാവിലെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് വളരെയധികം വോളറ്റൈലാണ്. ഇപ്പോൾ മാർക്കറ്റിലൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്, എസ്പെഷ്യലി ഡെറിവേറ്റീവിലൊക്കെ ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കായി മാറിയിട്ടുണ്ട്. പക്ഷേ നിഫ്റ്റിയിൽ നല്ല വോളിയം ഉണ്ട്. കാരണം മറ്റുള്ള ഇൻഡെക്സുകളിലെല്ലാം തന്നെ ആളുകൾ പൊസിഷനിൽ ട്രേഡ് ചെയ്യാറില്ല. പണ്ടൊക്കെ ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്ത ആളുകൾ മേ ബി ഇപ്പോഴും ബാങ്ക് നിഫ്റ്റിയിലായിരിക്കും, കാരണം അവരതാണ് കംഫർട്ടബിൾ. പക്ഷെ അവർക്കതൊരു ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ഡിഫിക്കൽട്ടായിട്ടുണ്ട്. കാരണം മന്ത്ലി കോൺട്രാക്റ്റാണ്. ഇന്നൊക്കെ ബാങ്ക് നിഫ്റ്റിയുടെ എല്ലാം തന്നെ പ്രീമിയം എല്ലാം തന്നെ വളരെ വയലൻ്റായിട്ടാണ് സ്പൈക്ക് രേഖപ്പെടുത്തിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ ട്രേഡിങ് കുറച്ചും കൂടി ഒരു സ്കില്ലായ ഒരു പരിപാടിയായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ മാർക്കറ്റിലുള്ള ആളുകൾ നല്ല സ്കില്ലായ ആളുകളാണ്. അതിൽ പകുതിയിലധികം ട്രേഡും ഓർഡറുകളും പോകുന്നത് അൽഗോയാണ്. അപ്പോൾ നമ്മൾ ഡിഫീറ്റ് ചെയ്യുന്നത്, നമ്മൾ മത്സരിക്കുന്നത് ആരോടാ? കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രേഡ് ചെയ്ത ഇമോഷണൽ ഇല്ലാത്ത ട്രേഡ് ആണ് പൊതുവേ ഇപ്പോൾ പോകുന്നത്. ഏകദേശം 70% ട്രേഡും അതുപോലെ തന്നെയാണ്. അപ്പോൾ മാനുവലി ട്രേഡ് ചെയ്യുന്ന ആളുകൾ അവരായിട്ടൊക്കെയാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിനെ പോലെ തന്നെ ചിന്തിക്കണം. സ്റ്റോപ്പ് ലോസ് എന്താണോ നമ്മൾ സെറ്റ് ചെയ്തത് അതാണ് സ്റ്റോപ്പ് ലോസ്. അല്ലാതെ അതിലൊരു ചേഞ്ച് ഉണ്ടാവരുത്. അതിലൊരു ചേഞ്ച് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ആവില്ല. കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് തന്നെ പാലിച്ച് മുന്നോട്ട് പോവുക. അല്ലാതെ ഈ ഒരു ട്രേഡ് തിരികെ വരും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ ആ ട്രേഡിനെ നോക്കിയിരിക്കുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസുകൾ പാലിക്കുക. നമ്മുടെ ന്യൂസിൻ്റെ ഇടയ്ക്ക് എല്ലാ ദിവസവും നമ്മൾ എന്തെങ്കിലും ഒരു ഔട്ട് ഓഫ് ബോക്സ് സബ്ജക്റ്റ് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ന്യൂസ് മാത്രം അല്ല, പൊതുവെ മാർക്കറ്റിൽ നമ്മൾ പുലർത്തേണ്ട ചില കാര്യങ്ങൾ എൻ്റെ ഒരു പരിധിയിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. താല്പര്യമുള്ള ആളുകൾ അവസാന സമയത്തായിരിക്കും നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത്. കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അവസാനം വരെ കേൾക്കാം, അത് നോക്കാം. അതല്ല എങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് ന്യൂസ് വരെ നിർത്താം, നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.